നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് എന്നും എന്റെ വൈന്ന് ചീത്ത കെട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ശരത്തെ. എന്തെങ്കിലും ഒന്നും നിന്റെ നാവിന്ന് കേൾക്കാതെ എനിക്ക് ഉറക്കം വരുത്തില്ലടി. നിനക്ക് നിന്റെ സുധിയേട്ടന്റെ ഹൃദയമെടുപ്പ് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതിലേറെ പ്രിയപ്പെട്ടതാ എനിക്ക് നിന്റെ മൊഴിമുത്തുകള്. ഞാനിപ്പോ വന്നതേ യാത്ര പറയാനാ. ഓ ആണോ? അപ്പൊ നീ ഇവിടുന്ന് പോവാണല്ലേ? ரொம்ப നന്ദി തലൈവാ, ரொம்ப നന്ദി. അല്ല, ഈ വഴിച്ചെലവിനും വട്ടച്ചെലവിനും വല്ല കാശ് വേണമായിരുന്നോ? പോയാലും ശരത്ത് ബൂബറാങ് പോലെ തിരിച്ചു വരുവടി പുല്ല്. കഥയും കളിയരങ്ങും ഇവിടല്ലേ. പക്ഷെ നീ തിരിച്ചു വരരുതേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളില്ലേ. ഈ യാത്രയുടെ കാര്യം ഞാൻ നിന്നോട് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് നിനക്കറിയണ്ടേ? ചോദിക്കടി. നീ ഒന്ന് പറഞ്ഞിട്ട് പോടാ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. പണി? നിനക്കുള്ള പണി അത് നല്ല ഒന്നാം തരം പണിയായിട്ട് ആലയിൽ അടിച്ച് പരത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ യാത്രയിലേക്ക് എന്നെ തള്ളിവിട്ടത് നീയാണ് ദേവിക. മനസ്സിലായില്ല? മനസ്സിലായിക്കോളൂ. അതിനി ഒരുപാട് സമയമൊന്നുമില്ല. നിന്റെ കണ്ണുനീര് കാത്തിരിക്കുന്ന, അതിനു വേണ്ടി മാത്രം നോമ്പ് നോറ്റിരിക്കുന്ന ഒരാളെ കാണാനാ ഞാൻ പോകുന്നത്. നീ എന്തോന്നായി പറയുന്നേ? ഇതും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോടാ ശരത്തെ. അതാരാണതോ നീ അല്ലാതെ എന്റെ കണ്ണീര് കുടിക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു ചെകുത്താൻ? അത് നീ നേരിട്ട് കണ്ടാ മതി. ഇന്ന് ഈ നിമിഷം വരെ നിന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് ഞാൻ പറയാം. നിന്റെ ഈ മായിക സൗന്ദര്യത്തിൽ ഭ്രമിച്ച് നിന്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തനാണ് ഞാനെന്ന്. നിന്നോടെനിക്ക് ഭ്രമമുണ്ട്, അത് സത്യമാ. വെറും ഭ്രമമല്ല, ഭ്രാന്ത്. പക്ഷേ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുള്ള ശരത്തിന് നിന്നോട് മാത്രം ഇത്രയ്ക്ക് ഭ്രമം തോന്നണമെങ്കിൽ അതിന് അടിസ്ഥാനമായി വേറെന്തെങ്കിലും കാരണം കൂടി കാണത്തില്ലോടി ദേവിക്ക്. ഒരു വേടൻ കാലങ്ങളോളം ഒരു കിളിയെ തന്നെ ഉന്നം വെക്കണമെങ്കിൽ അതിന് പിന്നില് ആ കിളിയോടുള്ള ഇഷ്ടം മാത്രമല്ല, മറിച്ച് അതിനോടുള്ള പകയും വാശിയും കൊണ്ടുകൂടിയ. അത് നീ മനസ്സിലാക്ക്. അല്ല, അത് നീ മനസ്സിലായിക്കോളൂ. ആ ദിവസം, ആ നിമിഷം നിന്റെ ഈ വിടർന്ന സുന്ദരമായ മിഴികളിൽ ഭയം ഓളം വെട്ടുന്നത് ഞാൻ കാണും. സൂചി തിളക്കവും മൂർച്ചയുള്ള നോട്ടവും നിന്റെ കണ്ണിൽ പിന്നീട് ഉണ്ടാവത്തില്ല. ഊതിയണച്ച് കളയും ഞാൻ നിന്റെ കണ്ണിലെ പ്രകാശം. ബാക്കി പോയിട്ട് വന്നിട്ട്. ഭയങ്കര ദാഹമാണല്ലോ. കെട്ടിയവൻ പുറത്തിറങ്ങുമെന്ന് സൂചന കിട്ടിയതിന്റെ ആവും. നിന്റെ ഈ വെള്ളം കൂടി കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞതിൽ എന്താടി വൃത്തികേട്? എടി പൊന്നുമോളെ, നിന്റെ ജാതകത്തിലെ ഒരു വക്രരേഖയുണ്ട്. അത് ഈ തലയിലും ഉണ്ട്, ഈ കൈവെള്ളയിലും ഉണ്ട്.
എന്താണതെന്ന് അപ്പച്ചി പറയട്ടെ. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഡി, നീ നിനക്ക് കേൾക്കണമെന്ന് താല്പര്യമില്ലെങ്കിലും എനിക്ക് പറയണമെന്ന് താല്പര്യമുണ്ട്. നീ നിന്ന് കേക്ക്. അതെ, ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് എല്ലാം നഷ്ടപ്പെടുക എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ, അതാ നിന്റെ വിധി. ഇത്രയും കാലം നിനക്ക് നിരഞ്ജനെ വെറുപ്പായിരുന്നു. നിരഞ്ജന്റെ അമ്മയെ പുച്ഛമായിരുന്നു. ഇപ്പോ അമ്മയ്ക്ക് മരുമോളോടിഷ്ടം, നിരഞ്ജന് ഭാര്യയോടിഷ്ടം. അയ്യോ, നിനക്കാണെങ്കിലോ രണ്ടുപേരോടും ബഹുത്ത് ഇഷ്ടം. പക്ഷേ നിന്നെ പറ്റി അവർക്കറിയാത്ത രഹസ്യങ്ങളൊക്കെ മണിമണിയായി ഈ അപ്പച്ചി അവർക്ക് വിളമ്പിക്കൊടുക്കുമ്പോ നിരഞ്ജന്റെ മനസ്സില് നിനക്കുള്ള സ്ഥാനം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും കാലം ആ പാവത്തിനെ വഞ്ചിച്ച് നിന്നെ നിന്റെ ഡാഡിയെ നിരഞ്ജൻ വെറുതെ വിടുവോ? അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളി ചുരുങ്ങി ഉണങ്ങി നിക്കില്ലേ അപ്പനും മോളും? അപ്പച്ചി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഒരിക്കലും എന്നെ വെറുക്കത്തുമില്ല. അവരൊരു പാവം, ശുദ്ധ മനസ്സ്. അതുപോലെ അല്ലല്ലോ നിരഞ്ജൻ. ചതിക്കപ്പെട്ടു എന്ന് തോന്നിയ പിന്നെ ഏതൊരാണാടി കൂടെ പുറത്ത ഭാര്യയോട് ക്ഷമിക്കുന്നേ? ഇത്രയും കാലം താൻ വെറും ഒരു കഴുതയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോ നിരഞ്ജന്റെ ഉള്ളു പൊള്ളത്തില്ലേ? ദൈവങ്ങൾ ക്ഷമിക്കില്ല, പിന്നല്ലേ മനുഷ്യര്. തന്നെ ഇത്ര നാളും ചതിച്ചുകൊണ്ടിരുന്ന ഒരു വഞ്ചകയ്ക്ക് വേണ്ടിയാണല്ലോ താൻ ജയിലിൽ കിടന്നതെന്നും ജയിലിൽ ചാടി കാട്ടിലലഞ്ഞതെന്നും നിരഞ്ജൻ ചിന്തിക്കാതിരിക്കൂ? ഇല്ല. ഇത്രയേറെ സഹിച്ച് അപമാനിക്കപ്പെട്ട് നിന്നെ ചുമക്കാൻ നീ ആരാ? ദേവതയോ? നിന്റെ ഡാഡിയുടെയും കാശും പണവും കണ്ട് മോഹിച്ച നിരഞ്ജൻ ഇവിടെ നിന്നതെന്നൊന്നും ഞാനൊരിക്കലും പറയില്ല. അങ്ങനെ ഒരു ചിന്ത നിരഞ്ജനില്ല, അതെനിക്കറിയാം. കാശും പണവും ഉണ്ടാക്കാനാണെങ്കിലേ നിന്റെ പേരിലുള്ള ആ തുക്കട ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട കാര്യം നിരഞ്ജനില്ല. ഒന്ന് സമ്മതം മൂളിയ ഈ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള വലിയ വലിയ ആശുപത്രിക്കാര് നിരഞ്ജനെ കൊത്തിയെടുത്തോണ്ട് പോയേനെ. അതും എനിക്കറിയാം.